ഒരു താടി പഠിച്ചത് കാരണം മാക്സിമം നിങ്ങൾക്ക് എന്ത് പ്രശ്നം വരാനാണ്. പക്ഷെ നമ്മുടെ ഈ പടത്തിൽ താടി പോയത് കാരണം ഒരു രാജ്യത്തിൻ്റെ ഏകാധിപതിക്ക് അയാളുടെ പവറൊക്കെ നഷ്ടപ്പെട്ട് ഒടുവിൽ അമേരിക്കയിലെ ഒരു പച്ചക്കറി കടയിൽ ക്യാരറ്റ് പാക്ക് ചെയ്യുന്ന ജോലി ചെയ്യേണ്ടി വരികയാണ്. വെൽക്കം ടു പ്ലോട്ട് ഗേൾ. 2012 സിനിമയാണിത്, ദ ഡിക്റ്റേറ്റർ. ഡയറക്റ്റ് ചെയ്തത് സാഷ ബാരൻ കോഹൻ. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി കറക്റ്റായ ഒന്നും തന്നെ നിങ്ങൾ ഈ പടത്തിൽ നിന്ന് പ്രതീക്ഷിക്കണം. ഈ കഥ നടക്കുന്നത് തന്നെ ഒരു ഫിക്ഷണൽ നോർത്ത് ആഫ്രിക്കൻ രാജ്യമായ വാദിയയിലാണ്. ഇവിടുത്തെ ഭരണാധികാരി അഡ്മിറൽ ജനറൽ അലാദീൻ, നമ്മുടെ നായകൻ. അച്ഛൻ വേട്ടയ്ക്ക് പോയി മരിച്ചത് കാരണം 7-ാം വയസ്സിൽ തന്നെ അലാദീൻ രാജാവായി. അലാദീൻ്റെ ലൈഫ് സ്റ്റൈലിനെ പറ്റി ഇനി പറയാനാണെങ്കിൽ സ്വർണത്തിൻ്റെ തോക്ക്, ഒരു 30 ഫീമെയിൽ ബോഡി ഗാർഡ്സ്, പിന്നെ സ്വന്തമായിട്ട് ഒളിമ്പിക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഒളിമ്പിക്സ് പോലെയൊന്നല്ല, ഇവിടെ എല്ലാ ഐറ്റത്തിലും കപ്പ് നമ്മുടെ അലാദീന് തന്നെ ആയിരിക്കും. അതിപ്പോൾ ഓട്ട മത്സരമാണെങ്കിൽ പുറകിലുള്ള ആൾക്കാരെ വെടിവെച്ച് വീഴ്ത്തിയിട്ടായിരിക്കുന്നു മാത്രം. ഇപ്പം മനസ്സിലായില്ല, നമ്മുടെ അലാദീൻ ഇച്ചിരി വിഷയമാണ്. പിന്നെ അലാദീൻ്റെ മെയിൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ മിസൈൽ ഉണ്ടാക്കുന്നതാണ്. അലാദീൻ ഇതിനെപ്പറ്റി അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഇത് മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയാണെന്നും സമാധാനത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ എന്നൊക്കെയാണ് അലാദീൻ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അലാദീൻ നട്ടുച്ചയ്ക്ക് ഇത് രാത്രിയാണെന്ന് പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കുന്ന ജനങ്ങളാണ് വാദിയിലുള്ളത്. ബഹുമാനം കൊണ്ടൊന്നുമല്ല, പേടി കൊണ്ടാണ്. ഇതും പറഞ്ഞ് നമ്മുടെ അലാദീൻ നേരെ പോകുന്നത് ആ ന്യൂക്ലിയർ മിസൈൽ ഉണ്ടാക്കുന്ന സെന്ററിലേക്കാണ്. കൂടെ അലാദീൻ്റെ മാമനായ താമിറും ഉണ്ട്. ഇപ്പോൾ അലാദീൻ്റെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി ഈ താമിർ മാമൻ മാത്രമാണ്. അവിടെ ചെന്ന് മിസൈൽ നോക്കുമ്പോൾ മിസൈൽ തീരെ ചെറുതാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന നമ്മുടെ അലാദീൻ ഇവിടുത്തെ സയന്റിസ്റ്റ് നദാൽ എവിടെ എന്ന് അന്വേഷിക്കുകയാണ്. അല്ല, സാറിനൊന്നും ഓർമ്മയില്ലേ? ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് അലാദീൻ സാർ തന്നെയാണ് നദാലിനെ കൊല്ലാൻ പറഞ്ഞത്. അതിനുശേഷം കാണിക്കുന്നത് 2 വർഷം മുമ്പ് ഈ അലാദീൻ ഇതേ സ്ഥലത്ത് വന്നപ്പോൾ ഉള്ള സീനാണ്. അന്ന് ഈ പറഞ്ഞ സയന്റിസ്റ്റ് നദാൽ ഉണ്ടാക്കിയ മിസൈലിന്റെ മുകൾ ഭാഗം റൗണ്ടിലായിരുന്നു. ഇത് നമ്മുടെ അലാദീൻ ഇഷ്ടാവും. റൗണ്ടിലുള്ള മിസൈൽ ക്യൂട്ടാണെന്നും അത് കണ്ടാൽ ഒരു തെണ്ടിയും പേടിക്കില്ല എന്നാണ് അലാദീൻ്റെ അഭിപ്രായം. പകരം മുകൾ ഭാഗം പോയിന്റ് ആക്കണം, എന്നാലല്ലേ ഒരു ഇതുള്ളൂ. നമ്മുടെ നദാല് അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആവെന്ന് ശ്രമിച്ചു. പക്ഷെ അത് നമ്മുടെ അലാദീന് ഇഷ്ടപ്പെടും. പുള്ളി അയാളെ തട്ടിക്കളയാൻ ഓർഡർ ഇട്ടു. വീണ്ടും നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് തിരിച്ചു വരികയാണ്. സാറിന് നദാലിനെ കൊന്നതൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിച്ച ആളെയും കൂടെ തട്ടിക്കളയാൻ പറഞ്ഞ് അലാദീൻ അവിടുന്ന് പോയി. അടുത്തതായിട്ട് നമ്മുടെ അലാദീൻ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന വിഷ്വലാണ്. പക്ഷെ കാറിൽ നിന്ന് ഇറങ്ങിയ പാട് തന്നെ അലാദീനെ അവിടെ നിൽക്കുന്ന ഒരാൾ വെടിവെച്ചിടും. അങ്ങനെ ഈ പണ്ടാരക്കാലം തീർന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. അത് ശരിക്കും അലാദീൻ അല്ല, അലാദീൻ്റെ ബോഡി ഡ്യൂപ്പാണ്. അതെ, അയാളെപ്പോലെ കാണാൻ ഒരുപോലെയുള്ള ആൾക്കാരെ അലാദീൻ ഇങ്ങനെ ഡ്യൂപ്പായിട്ട് നിർത്തിയിട്ടുണ്ട്, അയാളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ അലാദീൻ്റെ ആ ബുദ്ധിയെ അങ്ങനെ നമ്മുടെ ഇപ്പം ഡെഡായ ഡ്യൂപ്പ് മരിച്ചത് കണ്ട് അടുത്ത ഡ്യൂപ്പിനെ പെട്ടെന്ന് സെറ്റാക്കണം എന്ന് അലാദീൻ പറയും. ഇത് പറഞ്ഞ് അലാദീൻ അവിടെ നിന്ന് പോകുമ്പോൾ അലാദീൻ്റെ മാമന് ഒരു കോൾ വരും. ഫോണിൽ മാമൻ പറയുന്നത് ഈ ടൈമും ആ നാറി മിസ്സായി, പക്ഷെ അടുത്ത ചാൻസിൽ എന്തായാലും ആ പൊട്ടനെ ഞാൻ തട്ടും എന്നാണ്. സോ നമ്മുടെ മാമൻ തന്നെയാണ് അലാദീനെ കൊല്ലാൻ നോക്കുന്നതെന്ന് ഇവിടുന്ന് മനസ്സിലാവും. ചിലപ്പോൾ അലാദീൻ തട്ടിയാൽ രാജ്യം കിട്ടും എന്ന് വിചാരിച്ചിട്ടാവാം, സ്വാഭാവികം. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അലാദീൻ പറഞ്ഞതുപോലെ തന്നെ അയാളുടെ എക്സാക്ട് കാർബൺ കോപ്പി ആയിട്ടുള്ള ഒരു പാവത്തിനെ അയാളുടെ ആൾക്കാർ എവിടുന്നോ പിടിച്ചു കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഇയാൾ കാണാൻ മാത്രമല്ല നമ്മുടെ അലാദീനെ പോലെ ഉള്ളത്, ശരിക്കും അലാദീനെ പോലെ ഒരു പൊട്ടൻ തന്നെയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ അലാദീൻ ഹോളിവുഡ് സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ മേഗൻ ഫോക്സിന്റെ കൂടെ കിടക്കുന്നതാണ്. എന്നാലും എന്നെ പൊട്ട, നീ ഇതെങ്ങനെ? അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മേഗൻ ഫോക്സിന്റെ കൂടെ ഒരു ഫോട്ടോയും കൂടി എടുത്ത് അലാദീൻ അത് അലാദീൻ്റെ ചുമരിൽ ഒട്ടിച്ചു വെക്കും. പിന്നെ ആ ചുമരിൽ അങ്ങ് സൂം ഔട്ട് ചെയ്യുമ്പോഴാണ് അവിടുത്തെ ഇതുപോലത്തെ 1000 പെണ്ണുങ്ങളുടെ കൂടെ എടുത്ത പിക്സ് കാണുന്നത്. നോ കമന്റ്സ്. അടുത്ത ദിവസം അലാദീൻ അങ്ങനെ വീഡിയോ ഗെയിം ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അലാദീൻ്റെ മാമൻ അങ്ങോട്ടേക്ക് വരുന്നത്. മോനെ, എൻ്റെ കളിയൊക്കെ നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട്, എൻ്റെ ന്യൂക്ലിയർ മിസൈലിൻ്റെ കാര്യം അടക്കം. ഈ വേഗം അമേരിക്കയിൽ പോയി ഇതിനെ പറ്റിയൊരു സമാധാന ചർച്ച നടത്തിയിട്ടില്ലെങ്കിൽ അവിടുത്തെ പട മൊത്തം ഇങ്ങോട്ട് വാദിയയിൽ വന്ന് യുദ്ധം ചെയ്യാൻ വരും. അതിനു മുന്നേ ഈ വേഗം വിട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ അലാദീനും സമ്മതിക്കും അമേരിക്കയിൽ പോവാം, ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. അങ്ങനെ നമ്മുടെ അലാദീൻ അമേരിക്കയ്ക്ക് പോവാണ്. അടുത്ത സീനിൽ നമ്മുടെ അലാദീൻ്റെ മാസ് BGM ഒക്കെ ഇട്ടിട്ടുള്ള അമേരിക്കയിലേക്കുള്ള എൻട്രിയാണ്. വിത്ത് 4 ഒട്ടകം പ്ലസ് ഒരു 10-100 ലംബോർഗിനി. പിന്നെ ഒരു രാജാവൊക്കെ ആകുമ്പോൾ മിനിമം ഇത്ര പട്ടിഷമെങ്കിലും കാണിക്കണ്ടേ. പിന്നെ ഇവിടെ നിന്നാണ് ഒരു പുതിയ ക്യാരക്ടർ വരുന്നത്, ക്ലീറ്റൻ. അലാദീൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാമൻ അപ്പോയിന്റ് ചെയ്ത പുതിയ ബോഡി ഗാർഡാണ് ക്ലീറ്റൻ. പക്ഷേ അയാൾക്ക് അലാദീനെ ഒട്ടും ഇഷ്ടമല്ല, സ്വാഭാവികം. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി അലാദീൻ ഉറങ്ങാൻ കിടക്കുന്ന മുറിയിലേക്ക് ആരോ കയറി വന്ന് നമ്മുടെ അലാദീനെ തട്ടിക്കൊണ്ടു പോവാണ്. വേറെ ആരുമല്ല, നമ്മുടെ പുതിയ സെക്യൂരിറ്റി ക്ലീറ്റൻ തന്നെയാണ്. ക്ലീറ്റൻ അവിടുന്ന് അലാദീനെ ഒരു അടഞ്ഞ ഗോഡൗണിലിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അയാളുടെ ദേഷ്യം മുഴുവൻ ആദ്യം തീർക്കുന്നത് അലാദീൻ്റെ എപ്പിക് താടിയിലാണ്. അയാൾ അത് അങ്ങ് വടിച്ച് ഒരു ലൈറ്റർ വെച്ച് അത് താടി കത്തിച്ച് കളയും. പക്ഷേ ആ താടിയിൽ നിന്ന് തീ പിടിച്ച് നമ്മുടെ ക്ലീറ്റൻ അവിടെ തന്നെ മരിച്ചു വീഴാണ്. അങ്ങനെ അവിടെ നിന്നും നമ്മുടെ അലാദീൻ രക്ഷപ്പെടും.
രക്ഷപ്പെട്ട് അലാദീൻ നേരെ പോകുന്നത് അയാൾ ഈ സമാധാന ചർച്ച നടത്താൻ പോകുന്ന സ്ഥലത്തേക്കാണ്. പക്ഷെ താടി പോയതുകൊണ്ട് തന്നെ നമ്മുടെ അലാദീനെ ഒരു പൊട്ടനും മനസ്സിലാവുന്നില്ല. അലാദീൻ അവിടെ അയാൾക്കെതിരെ തന്നെ സമരം ചെയ്യാൻ വന്ന ആൾക്കാരുടെ ഇടയിൽ ഒരാളായിട്ട് മാറുകയാണ്. അങ്ങനെ അലാദീൻ നോക്കി നിൽക്കുമ്പോഴാണ് അലാദീന്റെ മാമൻ അവിടേക്ക് വരുന്നത്. അലാദീൻ മാമനെ ഒച്ചത്തിൽ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. നമ്മൾ മുമ്പ് പിടിച്ചുകൊണ്ട് വന്ന ഡ്യൂപ്ലിക്കേറ്റ് പൊട്ടൻ അലാദീനില്ലേ, അയാളെ കോസ്റ്റ്യൂം ഒക്കെ ഇടിപ്പിച്ച് മാമൻ അവിടേക്ക് കാറിൽ കൊണ്ടുവരുന്നുണ്ട്. ഇത് കണ്ട അലാദീന് മനസ്സിലാവും മാമനായിരുന്നു ഇതിൻ്റെയൊക്കെ പുറകിലെന്ന്. ഈ സമയം കാണിക്കുന്നത് നമ്മുടെ മാമൻ നമ്മുടെ ഡ്യൂപ്പ് അലാദീന് പറയാൻ വേണ്ടി ഒരു പ്രസംഗമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ അയാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ പ്രസംഗമൊക്കെ പറയും. വേറെ ഒന്നുമല്ല, ഇനി മുതൽ നമ്മുടെ ബാധ്യ ഒരു ഏകാധിപത്യ രാജ്യമായിരിക്കില്ല, മറിച്ച് നമ്മളൊരു ജനാധിപത്യ രാജ്യമാക്കാൻ പോവാണ്. ഇനി മുതൽ എലക്ഷൻ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഗവൺമെന്റിനെ സെലക്ട് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഒറിജിനൽ അലാദീൻ ആ സമരക്കാരുടെ കൂടെ നിന്ന് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഇത് കേട്ട് അലാദീൻ ദേഷ്യം വന്ന് അയാൾ അവിടെ മൊത്തം ഓടി നടന്ന് ആക്രമിക്കുകയാണ്. ഇയാളുടെ തോന്നിയാസം കണ്ട് പോലീസൊക്കെ ഓടി വന്ന് ഇയാളെ പഞ്ഞിക്കിടും. പക്ഷെ അവിടെ നിന്നാണ് നമ്മുടെ നായികയുടെ എൻട്രി. അവൾ വന്ന് നമ്മുടെ അലാദീനെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് മാസമായിട്ട് രക്ഷിക്കും. നമ്മുടെ നായികയുടെ പേര് സോയി എന്നാണ്. സോയിക്കൊരു ചെറിയ പച്ചക്കറി കടയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ അലാദീനെ സോയി രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത് അങ്ങോട്ടേക്കാണ്. ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തൊരു പാവം പൊട്ടനാണ് അലാദീൻ എന്ന് വെച്ചിട്ടാണ് സോയി ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ട് അലാദീനോട് പറയും, നീ തൽക്കാലം ഈ കടയിലൊക്കെ നിന്ന് എന്നെ സഹായിക്കുക, നിനക്ക് ജീവിച്ചു പോകാനുള്ള പൈസയൊക്കെ ഞാൻ തരാം. പക്ഷെ ഇത് നമ്മുടെ അലാദീൻ ഇഷ്ടപ്പെടും. നിന്റെ തുക്കള ജോലി നീ നിന്റെ മാപ്പിളയ്ക്ക് കൊണ്ട് കൊടുക്ക് എന്നും പറഞ്ഞ് അലാദീൻ അവിടുന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെ അലാദീൻ ആ അമേരിക്കൻ തെരുവിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു പരിചയമുള്ള ആളെ കാണുന്നത്. വേറെ ആരുമില്ല, ഒരു 2 വർഷം മുമ്പ് അലാദീൻ തട്ടിക്കളയാൻ പറഞ്ഞ സയന്റിസ്റ്റ് നദാൽ മച്ചാനില്ലേ, നമ്മുടെ മിസൈൽ വട്ടത്തിൽ മതി ത്രികോണം പറ്റില്ല എന്ന് പറഞ്ഞ ആ പുലി. അയാളിങ്ങനെ ആ റോട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൊട്ടൻ ഇതുവരെ ചത്തില്ലേ, ഇതിനെ ഞാൻ കൊല്ലാൻ പറഞ്ഞതാണല്ലോ, ഇതും പറഞ്ഞ് നമ്മുടെ അലാദീൻ അയാളെ ഫോളോ ചെയ്യും. ഫോളോ ചെയ്ത് അലാദീൻ എത്തുന്നത് ഒരു ബാറിലേക്കാണ്. പക്ഷെ ഈ ബാറിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ അലാദീൻ മുമ്പ് വാദിയയിൽ വെച്ച് തട്ടിക്കളയാൻ പറഞ്ഞ ടീംസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ കുറേ ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നതും കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ടുള്ളത്. ശരിക്കും അവരാരെയും നമ്മുടെ മാമൻ കൊന്നിട്ടില്ലായിരുന്നു. അവരെയൊക്കെ രക്ഷിച്ച് അമേരിക്കയ്ക്ക് പറഞ്ഞു വിടായിരുന്നു. ഇതൊക്കെ നോക്കി അലാദീൻ നിൽക്കുമ്പോഴാണ് അവിടുത്തെ ഒരു വെയിറ്ററിന് അലാദീനെ തിരിച്ചറിയുന്നത്. താടിയൊക്കെ വടിച്ച് ലുക്ക് മാറ്റിയാലും ആ ചളങ്ങിയ മൂക്കും തക്കാളി കവളും ഒക്കെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി ഇത് അലാദീനാണെന്ന്. ആ വെയിറ്റർ അവിടുത്തെ ആൾക്കാരോടൊക്കെ അപ്പം തന്നെ പറയും, എടാ കിട്ടിയടാ ഈ പൊട്ടനെ, വാ നമുക്ക് ഇവനെ തട്ടിക്കളയാം. ഇത് കേട്ട് അവിടുത്തെ എല്ലാവരും കൂടി അലാദീനെ പഞ്ഞിക്കിടാൻ നിൽക്കുമ്പോഴേക്ക് നമ്മുടെ സയന്റിസ്റ്റ് നദാൽ ഓടി വരും. എന്നിട്ട് പറയും, എടാ ഇയാളിന്റെ കസിനാണ്, നിങ്ങൾ വെറുതെ വിട്, ഇയാൾ അലാദീനൊന്നുമല്ല. അങ്ങനെ നദാൽ അലാദീനെ രക്ഷിക്കും. അലാദീൻ നദാനോട് പറയും, എൻ്റെ മാമൻ എന്നെ പറ്റിച്ച് ഈ കോലത്തിലാക്കി, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഓക്കെ, ഞാൻ ഹെൽപ്പൊക്കെ ചെയ്യാം, പക്ഷെ എനിക്ക് എൻ്റെ ജോലി തിരിച്ചു കിട്ടണം. ഏത് ജോലി? ജോലി മനസ്സിലായില്ലേ, മറ്റേ വട്ടത്തിലുള്ള മിസൈൽ ഉണ്ടാക്കുന്ന ജോലി. ഓക്കെ, അങ്ങനെ അലാദീൻ അതൊക്കെ സമ്മതിക്കും. പിറ്റേ ദിവസം അവർ രണ്ടുപേരും കൂടെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് അലാദീൻ താമസിക്കുന്ന റൂമിന്റെ അടുത്ത് വന്ന് അന്വേഷിക്കുകയാണ്. പക്ഷെ അവിടെ ഒടുക്കത്തെ സെക്യൂരിറ്റിയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയും കയറി പറ്റാനുള്ള ഒരു വഴി നോക്കുമ്പോഴാണ് അലാദീൻ നമ്മുടെ സോയിനെ അവിടെ കാണുന്നത്. നമ്മുടെ സോയിയുടെ ടീമാണ് അവിടുത്തെ കാറ്ററിങ്ങിന്റെ ഒക്കെ പരിപാടി ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സയന്റിസ്റ്റ് അലാദീനോട് പറയും, ഡാ പൊട്ട, നിനക്ക് ഈ പെണ്ണിനെ അറിഞ്ഞൂടെ, എന്തായാലും നീ എങ്ങനെയും അവളുടെ കൂടെ കയറി ഇതിൻ്റെ ഉള്ളിൽ കയറി പറ്റാൻ നോക്ക്. അങ്ങനെ ആ പെണ്ണിന്റെ കാലൊക്കെ പിടിച്ച് നമ്മുടെ അലാദീൻ തലേ ദിവസം മാസിട്ട് ഇറങ്ങിപ്പോയ അതേ കടയിൽ ജോലി കയറും. ഒരു വെകിളി തന്നെ അല്ലേ. പക്ഷെ കടയിൽ പണിക്ക് കയറിയിട്ടും ഇവനെ കൊണ്ട് ഉപദ്രവമല്ലാതെ ഒരു ഉപകാരം ആ കടക്കാർക്കില്ല. ഈ സമയത്ത് അലാദീനെ നമ്മുടെ സയന്റിസ്റ്റ് വിളിച്ചിട്ട് പറയും, എടാ പൊട്ടാ, ഞാൻ പ്ലാനൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, നമുക്ക് ഈ കാറ്ററിംഗ് ടീമിന്റെ കൂടെ എങ്ങനെയും ആ ഹോട്ടലിൽ കയറി പറ്റണം. എന്നിട്ട് അവിടുത്തെ ആ പൊട്ടൻ ഡ്യൂപ്ലിക്കേറ്റിനെ മാറ്റിയിട്ട് ലോക പൊട്ടനായി നിന്നെ ഞാൻ അവിടെ കയറ്റി തരാം. പ്ലാനൊക്കെ അലാദീൻ ഇഷ്ടമാവും. പക്ഷെ ഇതിനിടയിൽ കൂടെ മെല്ലെ മെല്ലെ നമ്മുടെ അലാദീനും സോയിയും തമ്മിൽ ഒരു ചെറിയ റൊമാൻസ് അവിടെ വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലാദീൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ കടയിൽ നല്ല നല്ല കുറേ മാറ്റങ്ങളും ഇവൻ കൊണ്ടുവരും. അല്ലെങ്കിലും പ്രേമം പാറ്റാത്ത മനുഷ്യരൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ആ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറിന് ലേബർ പെയിൻ വരികയാണ്. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ടൈമൊന്നും ബാക്കി ഉണ്ടാവില്ല. നമ്മുടെ അലാദീന് പ്രസവം ഒന്നും എടുത്ത് ശീലമില്ലെങ്കിലും ഈ പ്രസവം അലാദീൻ സക്സസ്ഫുൾ ആയിട്ട് എടുക്കും. വീണ്ടും മാസം. ഇതൊക്കെ കണ്ട് നമ്മുടെ സോയി ആണെങ്കിൽ ഫ്ലാറ്റ്. അങ്ങനെ അവർ പ്രേമിക്കാൻ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. സോയി പറയും, എനിക്ക് ഈ ജീവിതകാലം മുഴുവൻ എൻ്റെ ഏട്ടായിയുടെ കൂടെ ജീവിച്ചാൽ മതി. പക്ഷെ മോളുവിനറിയാത്തൊരു പഴയ കാലമുണ്ട് എനിക്ക്. ഞാൻ നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സാധാരണക്കാരനല്ല. പ്രസവത്തിൽ മരിച്ച അമ്മ, 7 വയസ്സിൽ പടമായ അച്ഛൻ, ആ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ എല്ലാ സത്യങ്ങളും അലാദീൻ സോയിയോട് പറയും. ഇതൊക്കെ കേട്ട് പക്ഷേ സോയിക്ക് ദേഷ്യമാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ തിണ്ടി എന്നാണ് സോയി പറയുന്നത്. അങ്ങനെ അലാദീൻ ഇതൊക്കെ കേട്ട് വിഷമിച്ച് ഒരു പാലത്തിൽ നിന്ന് എടുത്തു ചാടി ചാവാൻ നിൽക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ സയന്റിസ്റ്റ് ദേ പിന്നെയും വരും. അങ്ങനെ നദാൻ എങ്ങനെയൊക്കെയോ നമ്മുടെ അലാദീനെ പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത എന്തിനാണ് ഇയാൾ എപ്പോഴും ഈ പൊട്ടനെ രക്ഷിക്കുന്നതെന്നാണ്. ഒന്നുമില്ലെങ്കിൽ അന്നെ ഒരു തവണ തട്ടിക്കളഞ്ഞതല്ലേ. അങ്ങനെ നമ്മുടെ അലാദീനും നദാനും കൂടെ കുറെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ആ ഡ്യൂപ്പ് താമസിക്കുന്ന റൂമിലൊക്കെ കയറി അയാളെ തട്ടി പകരം ഒറിജിനൽ അലാദീൻ അവിടെ കയറും.
അടുത്ത സീനിൽ നമ്മുടെ ഒറിജിനൽ അലാദീൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും വാദിയയുടെ പുതിയ ജനാധിപത്യത്തിനെയൊക്കെ പറ്റി സംസാരിക്കാനുള്ള ഒരു വേദിയാണ്. അവിടെ വെച്ച് നമ്മുടെ അലാദീൻ അവിടുത്തെ ആ സമാധാന ഉടമ്പടിയൊക്കെ കീറിക്കളയും. അങ്ങനെ ഒരിക്കലും വാദിയ ഞാൻ ജനാധിപത്യ രാജ്യമാക്കില്ല എന്ന് പറയാൻ പോകുമ്പോഴാണ് സോയി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പിന്നെ പെണ്ണിനെ കണ്ട സ്വാഭാവികമായിട്ട് മനസ്സ് മാറൂലോ. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ അലാദീൻ വാദിയ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് പ്രഖ്യാപിക്കും. പക്ഷെ പെട്ടെന്ന് നമ്മുടെ അലാദീന്റെ മാമൻ ഓടി വന്ന് അലാദീനെ വെടിവെച്ചിടാൻ നോക്കും. പക്ഷെ പന്നി ഇവിടെ നിന്ന് രക്ഷപ്പെടും. പകരം വെടി കൊള്ളുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അലാദീൻ ആയിരിക്കും. അതെ, നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് അലാദീൻ അവിടെ ചാടി വീണ് അലാദീനെ രക്ഷിക്കും. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ സോയിനെയും കൂട്ടി അലാദീൻ വാദിയയ്ക്ക് പോകും. അങ്ങനെ അവിടെ വാദിയയിൽ വെച്ച് ഒരു ഗംഭീര കല്യാണമൊക്കെ നടക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞ പാടാണ് നമ്മുടെ അലാദീൻ അറിയാം സോയി ഒരു ജൂതയാണ്. ഇത് കേട്ട പാട് തന്നെ അവളെയും തട്ടിക്കളയാൻ നമ്മുടെ അലാദീൻ ഓർഡർ ഇടും. ഇങ്ങനെയാണ് പടം അവസാനിക്കുന്നത്. എങ്ങനെയുണ്ട് പടം? നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ ഈ കഥയോ കഥാപാത്രങ്ങളോ ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന ആളുകളുമായിട്ട് സാമ്യത തോന്നുന്നുണ്ടെങ്കിൽ അത് യാദൃശികമല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.